ഞാനറിഞ്ഞ രാമായണം. ഇന്ന് രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് NP ഹാഫിസ് മുഹമ്മദ്, പ്രമുഖ എഴുത്തുകാരൻ. ഞാൻ NP ഹാഫിസ് മുഹമ്മദ്. എൻ്റെ ഉപ്പയുടെ NP മുഹമ്മദിന്റെ പുസ്തകശേഖരത്തിൽ കുട്ടിക്കാലം മുമ്പ് തന്നെ കണ്ട രണ്ട് പ്രധാന കൃതികളാണ് ഭാഷാഭാരതവും എഴുത്തച്ഛ രാമായണവും. എന്നെ അത് കുട്ടിക്കാലത്ത് തന്നെ ബാധിക്കുന്നതിന് പാറുക്കുട്ടിയമ്മയുടെ കുട്ടികളുടെ മഹാഭാരതവും കുഞ്ഞുണ്ണിയായുടെ രാമായണവും കാരണമാക്കുകയും ചെയ്തു. അതൊരു കുട്ടിവായനയായിരുന്നു. കൃത്യമായി പറയുകയാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്വതന്ത്രമായ ആഖ്യാനത്തെ അറിയുവാൻ കിട്ടിയിരിക്കുന്ന ഭാഗ്യമായിരുന്നു അത്. കുഞ്ഞുണ്ണി മാഷിൽ നിന്ന് തുടങ്ങി എഴുത്തച്ഛനിലേക്കും പിന്നീട് കണ്ണശനിലേക്കും രാമായണം പടർന്നു കയറിയത് ബിരുദ പഠന കാലത്താണ്. കണ്ണശ രാമായണത്തിന്റെ സവിശേഷതകൾ, വേറിത്തിരിഞ്ഞ അവസ്ഥ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ജോലി കൊണ്ട് ഞാനൊരു സാമൂഹ്യ ശാസ്ത്ര അധ്യാപകനായി തീർന്നു. ആ അധ്യാപന കാലത്ത് തന്നെയാണ് എന്നെ രാമായണം ഏറെ ആകർഷിച്ചത്. നരവംശാസ്ത്രവും സമൂഹ നരവംശാസ്ത്രവും പഠിപ്പിക്കുമ്പോൾ രാമായണം ഒരു അസാധാരണമായ ചരിത്രരേഖയായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്നെ ഏറ്റവും ആകർഷിച്ചത് രാമായണത്തിലെ പാരിസ്ഥിതികാവബോധമായിരുന്നു. അതിന്റെ നരവംശാസ്ത്രപരമായ പ്രാധാന്യം മനസ്സിലാക്കുവാനും സാധിച്ചു. ഗോത്രവർഗങ്ങളുടെ കാലത്തെ മനുഷ്യ പ്രകൃതി ബന്ധം എങ്ങനെയാണ് ചേർന്ന് നിൽക്കുന്നതെന്ന് രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് എനിക്കറിയാമായിരുന്നു. മനുഷ്യരുടെ പ്രകൃതിയോടുള്ള ബന്ധം അതിന്റെ പൗരാണികതയോടെ എന്നാൽ ആത്മീയതയോടെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. രണ്ടും ചേർന്ന് ഒന്ന് ഏകമാണ്. ജീവജാലങ്ങളും സസ്യവർഗവും മനുഷ്യരുമെല്ലാം കൂടിച്ചേരുമ്പോഴുണ്ടാകുന്ന പ്രകൃതി എന്ന പാഠം എന്നെ പഠിപ്പിച്ചത് രാമായണത്തിൽ നിന്നാണ്. വേർതിരിച്ച് കാണാനാവാത്ത വിധത്തിൽ ഒന്നിച്ചു ചേർന്ന് നിൽക്കുന്ന ആ ഏകം എന്നെ സംബന്ധിച്ചിടത്തോളം രാമായണത്തിന്റെ ആത്മീയമായ ഭാവം കൂടിയാണ്. വാൽമീകി കാട്ടിൽ ജീവിച്ചയാളാണ്, കാടിനെ അറിഞ്ഞ ആളാണ്. ശ്രീരാമ പുരാവൃത്തത്തിന് പ്രകൃതിയുടെ ലാവണ്യവും അഗാധതയും നൽകുവാൻ വാൽമീകിക്ക് സാധിച്ചത് മറ്റൊന്നുകൊണ്ടല്ല. താൻ അറിഞ്ഞ കാട്, താൻ അറിഞ്ഞ പ്രകൃതി പൗരാണിക ഭാവത്തോട് കൂട്ടിച്ചേർത്തുകൊണ്ട് അസാധാരണമായ തരത്തിൽ ഒന്നാക്കാൻ സാധിച്ചു. എനിക്കിഷ്ടപ്പെട്ട മറ്റൊന്ന് രാമായണത്തെ സംബന്ധിച്ചിടത്തോളം കീഴാളവർഗത്തെ ഈ മഹാകൃതിയിൽ കൂട്ടിച്ചേർത്തതാണ്. ഹനുമാനും വാനരപ്പടയും അതിനപ്പുറമാണ് എന്ന് ഞാൻ കാണുന്നു. അടിസ്ഥാന വർഗം, കീഴാളവർഗം, അവരുടെ സ്നേഹം, അവരുടെ വിധേയത്വം, അവരുടെ സത്യസന്ധത രാവണദേശത്തെ ലങ്കയിലും പടർന്നു കിടക്കുന്നത് മറ്റൊന്നല്ല എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ധർമാധർമ്മങ്ങളുടെ അപഗ്രഥനം, രാജപദവിയുടെ പരിശുദ്ധി തുടങ്ങിയവ രാമായണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സത്തയായി ഞാൻ കാണുന്നു. ഇവിടെ മാരീചനും താടകയും ഒക്കെ ചേർന്ന ഒരു ലോകം, വൈവിധ്യപൂർണമായ സംസ്കൃതികളുടെ വിളനിലത്തെയാണ് എന്റെ മുന്നിൽ എത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴും രാമായണത്തിന്റെ ചില ഭാഗങ്ങൾ ഞാൻ എടുത്തു വായിക്കുന്നത് നരവംശാസ്ത്രമായ പാഠം ഉൾക്കൊള്ളുവാനാണ്. അതുകൊണ്ട് തന്നെ ഈ പുണ്യകൃതി പല വായനകൾക്ക് വിധേയമാക്കാവുന്ന മാസ്മരികത ഉൾക്കൊണ്ട ഒരു മഹാകൃതിയാണെന്ന് ഞാൻ കരുതുന്നു. കാലത്തെ തോൽപ്പിച്ചു നിൽക്കുന്ന ഒരു കൃതി, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് സഞ്ചാരം നടത്തുന്ന കൃതി, വൈവിധ്യപൂർണമായ വായനയ്ക്ക് വിധേയമാക്കാനുള്ള വിളനിലമായി തീരുന്ന കൃതി. ഞാൻ അതിനെ മാനിക്കുന്നു. ഞാനറിഞ്ഞ രാമായണം. പ്രമുഖ വ്യക്തിത്വങ്ങളുടെ രാമായണ ദർശനം.